ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. വലിയ മുന്നേറ്റമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയുമാണ്. BJPക്ക് മട്ടന്നൂരിൽ ഒരു സീറ്റ് തുറക്കാനായി എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ അതേസമയം UDFന് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സീറ്റുകളെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്ന അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ LDFന്റെ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ LDFന് 10 സീറ്റുകളും UDFന് 10 സീറ്റുകളുമാണ്. അതേസമയം തന്നെ BJP സ്വന്തമാക്കിയിട്ടുള്ളത് 3 സീറ്റുകളുമാണ്. പക്ഷേ LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേവലം 4 സീറ്റിൽ നിന്നുമാണ് ഇപ്പോൾ 10 എന്ന ഒരു സംഖ്യയിലേക്ക് LDF ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് LDF പിടിച്ചെടുത്തിട്ടുള്ളത്, അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്തിട്ടുള്ളത് 6 സീറ്റോളമാണ്. 3 സീറ്റ് UDFിൽ നിന്നും 3 സീറ്റ് BJPയിൽ നിന്ന് എന്നുള്ള തോതിൽ 6 സീറ്റുകളാണ് LDF ഇപ്പോൾ നിലവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം 5 സീറ്റുകൾ നഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റുകൾ നഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ അതേസമയം തന്നെ മട്ടന്നൂരിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാനായി എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ കൈവശമുണ്ടായിരുന്ന 2 സീറ്റുകൾ കൂടി BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന 2 സീറ്റുകൾ BJPക്ക് നഷ്ടമായി എന്നുള്ളതും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDF ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ LDFന് ഒരു മികച്ച നേട്ടം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 6 സീറ്റുകൾ LDF പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് LDFനെ സംബന്ധിച്ചിടത്തോളം മികച്ച നേട്ടം തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ വെള്ളാർ, ഒറ്റശേഖരം പഞ്ചായത്തിലെ കുന്നനാട്, ചടയമംഗലം പഞ്ചായത്തിലെ കുരിയോട് വാർഡുകൾ BJPയിൽ നിന്നും പിടിച്ചെടുക്കാനായി. നെടുമ്പാശ്ശേരിയിലെ കൽപ്പകനഗർ, മുല്ലശ്ശേരിയിലെ പതിയാർകുളങ്ങര, മുഴുപ്പിലങ്ങാട്ട, മാമാക്കുന്ന് വാർഡുകൾ UDFിൽ നിന്നും പിടിച്ചെടുക്കാനായി. നെടുമ്പാശ്ശേരിയിൽ ഇതോടെ UDFന് ഭരണം നഷ്ടമായിരിക്കുന്ന അവസ്ഥയുമാണ്. മട്ടന്നൂർ നഗരസഭയിൽ BJPക്ക് കന്യജയം എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുകയുള്ളൂ. മട്ടന്നൂർ ടൗൺ വാർഡ് കോൺഗ്രസിൽ നിന്നാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ ഇന്ന് രാവിലെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ് LDF പിടിച്ചെടുത്തത്. വെള്ളാറിൽ CPI സ്ഥാനാർത്ഥി പുനത്തുറ ബൈജു 153 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഒറ്റശേഖര മണ്ഡലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡിലും LDF BJPയെ അട്ടിമറിച്ചു. CPMന്റെ O ശ്രീലജ 60 വോട്ടിന് വിജയിക്കുകയും ചെയ്തു. BJPയുടെ സിറ്റിംഗ് സീറ്റിലാണ് CPM സ്ഥാനാർത്ഥി വിജയിച്ചത്. മട്ടന്നൂർ നഗരസഭ ടൗൺ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 72 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത്. BJPയുടെ A മധുസൂദനനാണ് വിജയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ് BJP പിടിച്ചെടുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. മട്ടന്നൂർ നഗരസഭയിൽ BJPയുടെ ആദ്യത്തെ ജയമായാണ് ഇതിനെ കണക്കാക്കാൻ സാധിക്കുക. ഇടുക്കി മൂന്നാറിലെ 11ാം വാർഡായ മൂലക്കടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ 35 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. തിരുവനന്തപുരത്തെ വെള്ളാർ ഡിവിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുൻപേ തന്നെ കോൺഗ്രസിന്റെ അധീനതയിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തവണയാണ് കോൺഗ്രസിൽ നിന്നും BJP ഒരു സീറ്റ് സ്വന്തമാക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് LDF 150ലേറെ വോട്ടുകൾക്ക് LDF ഒരു സ്ഥാനം കരസ്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് യഥാർത്ഥത്തിൽ LDFന് തിരുവനന്തപുരത്ത് വെള്ളാറിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതേ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തും LDFന് മികച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചുവെന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ 10 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് വോട്ടെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ 75% പേർ വോട്ടെടുപ്പ് അല്ലെങ്കിൽ തങ്ങളുടെ സമ്മതിദാനം അടയാളപ്പെടുത്തുകയും ചെയ്തതാണ്. വലിയ തരത്തിലുള്ള, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുന്നേറ്റത്തെ കണക്കാക്കുന്നത് ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ LDFന് ഈ ഒരു വിജയം എന്ന് പറയുന്നത് അത് വലിയ പ്രതീക്ഷ തന്നെ നൽകുന്നതാണ് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ LDFനെതിരെ ഉയർന്നു വരുന്ന വലിയൊരു വിവാദം എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തിനും അപ്പുറത്തേക്കാണ് LDFന്റെ വിജയം എന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകളെല്ലാം തന്നെ കണക്കാക്കാനായിട്ട്. കാരണം ഇതിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും LDFന് എന്ന് പറയുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിനുള്ള സ്കോപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം അവിടെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം LDFന് അത്ര വലിയ ഒരു അട്ടിമറി വിജയം തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു മുന്നേറ്റം
മുന്നേറ്റം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ കോൺഗ്രസ് വലിയൊരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കാരണം LDFന് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ആ വിമർശനങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം തന്നെ ഒരു സാമ്പിളായി പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കയ്യിലുള്ള സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിന് വലിയൊരു തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ സ്ഥിതി വിലയിരുത്തുകയാണെങ്കിൽ കോൺഗ്രസിന് നിലവിലുണ്ടായിരുന്ന വോട്ടുകൾ പോലും നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ BJP എപ്പോഴത്തെയും കേരളത്തിലെ സ്ഥിതി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ BJPക്ക് ഇവിടെ ഒരു കന്നി വിജയം നേടാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ BJPക്കും വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. BJPക്കും സീറ്റുകളെല്ലാം തന്നെ നഷ്ടമായിരിക്കുന്ന അവസ്ഥയാണ്. BJPക്കും വലിയ തരത്തിലൊരു മുന്നേറ്റം ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിന് അത്ര കണ്ട് തന്നെ പ്രാധാന്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഈ വിജയം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാ മുന്നണികൾക്കും. ഒരുപക്ഷെ ഒരു പരാജയം സംഭവിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ഇനി ഒരു അല്പം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം പകരുകയാണ് ഈ റിസൾട്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ അമിത പ്രതീക്ഷയും അമിത ആവേശവും എല്ലാം തന്നെ ഒന്നുകൂടി വിശദമായി തന്നെ വിലയിരുത്തേണ്ട സാഹചര്യമാണ്. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാം തന്നെ കാണിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് സാധിച്ചിരുന്നെങ്കിൽ പോലും ഇനി ലോക്സഭ എന്ന് പറയുന്ന ആ ഒരു വിശാലമായ ആ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അവിടെയും LDFന് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ചുകൂടി അക്ഷണം തന്നെ പ്രയത്നിക്കേണ്ടി വരും. അതായത് ഈ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം നിലനിർത്തുക എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യബോധം ഇനി LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ അതായത് 10 ജില്ലകളിൽ നടന്ന 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം നേടാനായിരിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ തന്നെയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്ക് ഇത് വഴി തുറക്കുന്നത്.